Welcome to class 11 physics for HSC, CBSE and ISC students. And this is chapter 6 work energy and power, and today we see potential energy. Potential energy from chapter 6 work energy and power. This is class 11 physics. +1 ഫിസിക്സ് ക്ലാസ് ആണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതിൽ ആ വർക്ക് എനർജി പവർ എന്ന ചാപ്റ്ററിലെ പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള പാർട്ട്. Potential energy we discuss today. What is potential energy? It is the energy. It is the energy possessed by a body due to its position or state of strain. It is energy possessed by a body due to its position or state of strain. For example, water in a dam, wound spring of a watch, etc., etc., possess potential energy. A compressed spring or a stretched spring, etc., possess potential energy. Gas compressed in a cylinder, etc., possess potential energy. അപ്പോൾ അത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ അവസ്ഥ മൂലം, ഒരു വസ്തുവിൻ്റെ സ്ഥാനം മൂലം, അല്ലെ അതിൻ്റെ സ്ട്രെയിൻഡ് അവസ്ഥ മൂലം ഉണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇപ്പോൾ ഡാമിലെ വെള്ളത്തിന് അല്ലെങ്കിൽ ബോഡിയുടെ ഹൈറ്റ്, ടാങ്കിലെ വെള്ളത്തിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അതിൻ്റെ പൊസിഷൻ മൂലം, സ്ഥാനം മൂലം ഉള്ള എനർജിയാണ്. അതുപോലെ ഒരു വാച്ചിൻ്റെ മുറുക്കി വെച്ച സ്പ്രിങ്, അതിന് പി ഉണ്ട്. ഒരു സിലിണ്ടറിനകത്ത് നമ്മൾ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്യാസ്, അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. വസ്തുവിൻ്റെ സ്ഥാനം മൂലം അല്ലെങ്കിൽ അവസ്ഥ മൂലം, സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ മൂലം ഉണ്ടാകുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. ഇത് മെക്കാനിക്കൽ എനർജിയുടെ രണ്ടാമത്തെ കാറ്റഗറിയാണ്. ഒന്നാമത്തത് കൈനറ്റിക് എനർജിയാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. മെക്കാനിക്കൽ എനർജിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. മെക്കാനിക്കൽ എനർജി has two parts. One is called kinetic energy and other is the potential energy. Kinetic energy we have seen in the previous class. Potential energy is classified into two, that is gravitational potential energy and potential energy of a stretched spring. Gravitational potential energy due to gravitation, or P of a body at a height. Potential energy of a body due to its position in the gravitational field of Earth is called gravitational potential energy. അപ്പോൾ ഒരു വസ്തു ഭൂമിയിൽ നിന്ന് ഉയരത്തിലാകുമ്പോൾ ആ പൊസിഷൻ മൂലം ഉണ്ടാകുന്ന എനർജി, വസ്തുവിനെ ഗ്രാവിറ്റി മൂലം ഭൂമി അട്രാക്ട് ചെയ്യും അതിൻ്റെ കേന്ദ്രത്തിലേക്ക്. അപ്പോൾ അന്നേരം ഒരു എനർജി ഉണ്ട് മുകളിലിരിക്കുമ്പോൾ. ആ എനർജിയെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി due to its position in the gravitational field is called the gravitational potential energy. For objects near the surface of Earth, the surface of Earth is assumed as reference level for zero potential energy. നമ്മുടെ കാൽക്കുലേഷൻ്റെ സൗകര്യത്തിന് വേണ്ടി ഭൂമിയുടെ സർഫസിലിരിക്കുന്ന വസ്തുവിൻ്റെ പി 0 ആയിട്ട് എടുക്കും. ഭൂമിയുടെ സർഫസിലുള്ള വസ്തുവിൻ്റെ പി 0 ആയിട്ട് എടുക്കും. അതിന് മേപ്പോട്ട് ഉയർന്നിരുന്നാൽ എച്ച് ഉയരത്തിലിരിക്കുകയാണെങ്കിൽ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടെന്ന് പറയും. അത്തരം പൊട്ടൻഷ്യൽ എനർജിയെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ അതൊരു ഇക്വേഷൻ ഉണ്ട്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഉണ്ട്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഗിവൺ ബൈ ദ വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റന്റ് ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസിങ് എ ബോഡി ത്രൂ എ ഹൈറ്റ് എച്ച്. ഇപ്പോൾ മുകളിലോട്ട് ഒരു വസ്തുവിനെ കൊണ്ടുപോകാനുള്ള ആ എനർജിയാണ്, ആ വർക്കാണ് ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഒരു വസ്തു മുകളിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ വെയിറ്റാണ് താങ്ങേണ്ടത്. അപ്പോൾ ഫോഴ്സ് വെയിറ്റ് ആയിട്ട് വരും, എം ജി ആയിട്ട് വരും. ഡിസ്പ്ലേസ്മെൻറ്റ് മേലോട്ടുള്ള ഹൈറ്റ് എച്ച് ആയിട്ട് വരും. ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ദ വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് എ ബോഡി ടു എ ഹൈറ്റ്. ഡബ്ല്യു ഈസ് ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് ഈസ് വെയിറ്റ് എം ജി ആൻഡ് ഹൈറ്റ് വി ക്യാൻ ടേക്ക് ആസ് എച്ച്. ഡിസ്പ്ലേസ്മെൻറ്റ് വി ക്യാൻ ടേക്ക് ആസ് എച്ച്. therefore work done in lifting a body is mgh, and this work done in lifting a body to a height is called gravitational potential energy. So we say gravitational potential energy U is equal to mgh. The potential energy we often represent as U or V, capital V. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ഹൈറ്റ് മൂലം, ഭൂമിയുടെ ഗ്രൗണ്ടിൽ നിന്ന്, സർഫസിൽ നിന്ന് ഹൈറ്റ് മൂലം ഉണ്ടാകുന്ന എനർജിയാണ്. അത് എം ജി എച്ച് എന്നാണ് എഴുതുന്നത്. എം ജി എന്നുള്ളത് ആ വസ്തുവിൻ്റെ വെയിറ്റ്, അത് ഫോഴ്സ് ആയിട്ട് കണക്ക് കൂട്ടാം, എച്ച് ഉയരം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനാണ് യു ഈസ് ഈക്വൽ എം ജി എച്ച്. ഇനി പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്. ഒരു സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എനർജി പൊസസ്ഡ് സ്റ്റോർഡ് ഇൻ ഇറ്റ് or work done in stretching it.
ഒരു സ്പ്രിങ്ങിനെ വലിച്ചു കിട്ടാൻ അല്ലെങ്കിൽ ആ സ്പ്രിങ്ങിൻ്റെ അവസ്ഥ മൂലം അതിനകത്തുള്ള എനർജിയാണ്, സ്റ്റോർ ചെയ്ത എനർജിയാണ് ഈ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയും. സോ ദർ ആർ ടു പൊട്ടൻഷ്യൽ എനർജി, വൺ ഈസ് ഗ്രാവിറ്റേഷണൽ ആൻഡ് അതർ ഈസ് ഇലാസ്റ്റിക്. Work done in stretching a spring through an extension x is given by W is equal to Fx dx. That you know, Fx dx. F is equal to Kx. The force applied to a spring we usually write as Kx or minus Kx. K is force constant and X is displacement. So W, the total work, integral 0 to x Kx dx. K is taken out, integral 0 to x dx. And you know, integral of x is x square by 2 and the limit is from 0 to x we take. So the elastic potential energy or the potential energy of a spring having an extension x is given by half k x square. K is called force constant. അപ്പോൾ ഒരു സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. അതിൻ്റെ ഇക്വേഷൻ ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. കാരണം ഈ ഡബ്ല്യു എഫ് ഇൻറ്റു എക്സ് ആണ്. എഫ് ഇൻറ്റു എക്സ്, എഫ് ഒരു സ്പ്രിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ കെ എക്സ് മൈനസ് കെ എക്സ് എന്ന് പറയുന്നത്. വലിച്ചു കിട്ടുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫോഴ്സ് വരുന്നത്, അതുകൊണ്ടാണ് മൈനസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വർക്ക് കണക്ക് കൂട്ടാൻ നമ്മൾ ന്യൂമറിക്കൽ വാല്യൂ എടുത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. 0 to x എഫ് ഡി എക്സ്, ദാറ്റ് ഈസ് കെ എക്സ് ഡി എക്സ്. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഓർക്കണം, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ദ പി ഓഫ് എ സ്പ്രിങ് ഈസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. ഇനി ഒന്ന് രണ്ട് പ്രോബ്ലം ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ പറയുകയാണ്. നമ്പർ 1, ഫൈൻഡ് ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഓക്സിജൻ മോളിക്യൂൾ അറ്റ് ഹൈറ്റ് 1 meter above the surface of എർത്ത്. Given mass of oxygen molecule is equal to 5.2 into 10⁻⁻26 kilogram. അപ്പോൾ ഒരു ഓക്സിജൻ മോളിക്യൂൾ ഭൂമിയുടെ സർഫസിൽ നിന്ന് 1 meter മുകളിൽ കണ്ടാൽ അതിൻ്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? The gravitational potential energy U is mgh. M is given as 5.2 into 10⁻⁻26 into G 9.8, H is 1 meter. So the answer is 5.1 into 10⁻⁻25 joule. Answer. Next problem. The force constant of a spring is 100 Newton per meter. K എന്ന് പറയുന്നത്. This spring is stretched by 2 centimeter. What is a change in elastic energy? Elastic potential, elastic energy. If the spring is compressed by 2 centimeter, then what is the elastic potential energy? Solution, given K is 100 Newton per meter, X is 2 centimeter equal to 2 into 10⁻⁻2 meter. Elastic potential energy of the spring U is half kx square, half into 100 into 2 into 10⁻⁻2 the whole square, which is equal to, you simplify it, 0.02 joule. Increase. If the spring is compressed by 2 centimeter, then again the increase in elastic potential energy of the spring is equal to 0.02 joule. Same idea. Next problem. A spring obeys Hooke's law with a force constant K. Hooke's law നിങ്ങൾ പഠിക്കാത്തതായിരിക്കും, അത് ഇലാസ്റ്റിസിറ്റിയിൽ വരുന്നതാണ്, നമ്മൾ പിന്നീട് പഠിക്കും. തൽക്കാലം പ്രോബ്ലം ചെയ്യാനായിട്ട് എഫ് ഇസ് കെ എക്സ് എന്ന് ഓർത്താൽ മതി. A spring obeys Hooke's law with a force constant K. It requires 4 joule of work to stretch it through 10 centimeter beyond its unstretched length. അതിൻ്റെ അൺസ്ട്രക്ചർഡ് ലെങ്തിൽ നിന്ന് നമ്മൾ 10 സെൻറ്റിമീറ്റർ വലിച്ചു നീട്ടാൻ 4 ജൂൾ വർക്ക് വേണം. കാൽക്കുലേറ്റ് എ ദ വാല്യൂ ഓഫ് കെ ആൻഡ് ബി ദ വർക്ക്, the extra work required to stretch it through additional 10 centimeter. പുതുതായിട്ട് 10 സെൻറ്റിമീറ്റർ കൂടി മാറ്റാൻ എന്ത് അഡീഷണൽ വർക്ക് വേണം? എ ആൻസർ എ, ഡബ്ല്യു ഇസ് ഹാഫ് കെ സ്ക്വയർ, കെ
force constant is equal to 2W by cross multiply 2W by x square, that is 2 into 4 joule by 0.1 meter the square. Unit we can avoid 2 into 4 by 0.1 square, which is 800 Newton per meter. Newton per meter. That is force constant. Extra work done. Extra work done W is equal to half kx2 square minus half kx1 square. Half k into x2 square minus x1 square. Here x1 is 10 centimeter, 0.1 meter. x2 is 20 centimeter because additional 10 centimeter, 0.20 meter. Therefore, W is equal to half into 800 into 0.2 square minus 0.1 square. That you simplify, we get 12 joule. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഒരു കൺസർവേറ്റീവ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നൊരു കൺസെപ്റ്റാണ്. കൺസർവേറ്റീവ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഈ കൺസർവേറ്റീവ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് മനസ്സിലാക്കാൻ ഒരു റൗണ്ട് ട്രിപ്പ് മനസ്സിലാക്കണം. റൗണ്ട് ട്രിപ്പ്. ഇപ്പോൾ ഒരു വസ്തു എയിൽ നിന്ന് ആരംഭിച്ച് ബിയിൽ ചെന്നിട്ട് തിരിച്ച് എയിൽ തന്നെ വരിക. അതേ വഴിക്ക് വരാം, അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് വരാം. അങ്ങനെ വരുന്നതിനെ വിളിക്കുന്ന റൗണ്ട് ട്രിപ്പ് എന്ന് പറയുന്നത്. എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം എ, റീച്ചസ് ബി ആൻഡ് റിട്ടേൺസ് ടു എ. ദാറ്റ് ട്രാൻസിറ്റ് ഈസ് കോൾഡ് എ റൗണ്ട് ട്രിപ്പ്. എയിൽ നിന്ന് ആരംഭിച്ച് ബിയിൽ ചെന്നിട്ട് തിരിച്ച് എയിലേക്ക് വരിക. അതേ വഴിക്ക് വരാം, അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് വരാം. നമ്മൾ കോളേജിൽ പോയിട്ട്, വീട്ടിൽ നിന്ന് കോളേജിൽ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുക. അതേ റൗണ്ട് ട്രിപ്പ് എന്ന് പറയും. പോയ വഴിയിൽ കൂടി തന്നെ വരണമെന്നില്ല, വേറെ വഴിക്ക് വരാം, എന്നാലും റൗണ്ട് ട്രിപ്പ് എന്ന് പറയും. അപ്പോൾ റൗണ്ട് ട്രിപ്പിൽ ഒരു ഫോഴ്സ് ചെയ്യുന്ന വർക്ക് പൂജ്യമാണെങ്കിൽ ആ ഫോഴ്സിനെ വിളിക്കുന്നവരെ കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്. വാട്ട് ആർ ദേ? ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നതാണ്. വാട്ട് ആർ കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്? എ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ പാർട്ടിക്കിൾ ഈസ് സെഡ് ടു ബി കൺസർവേറ്റീവ്. ദ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ റിമൈൻസ് അൺചേഞ്ച്ഡ് ഫോർ എ കംപ്ലീറ്റ് റൗണ്ട് ട്രിപ്പ്. അതായത് ഒരു റൗണ്ട് ട്രിപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി കൺസർവ്ഡ്, മാറ്റമില്ലാതിരിക്കും. അല്ലെങ്കിൽ വർക്ക് ഡൺ, ടോട്ടൽ വർക്ക് ഡൺ ഇനി ആ റൗണ്ട് ട്രിപ്പ് ഈസ് 0. കൈനറ്റിക് എനർജിക്ക് മാറ്റമില്ല, അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ ഇനി റൗണ്ട് ട്രിപ്പ് ഈസ് 0. അതിനെയാണ് നമ്മൾ ഈ അത്തരം ഫോഴ്സിനെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. വെൻ വി ത്രോ എ ബോൾ അപ്വേർഡ് അഗൻസ്റ്റ് ഗ്രാവിറ്റി, the ball reaches a certain height, comes to rest momentarily, and again falls to our hand with the same kinetic energy with which it was thrown initially. അപ്പോൾ മേൽപോട്ട് ഒരു ബോൾ എറിഞ്ഞാൽ അത് മുകളിൽ ചെന്ന് നിന്നിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് വീഴുന്നത്. അപ്പോൾ നമ്മൾ എറിഞ്ഞ സ്പീഡിൽ തന്നെ കയ്യിൽ വന്ന് വീഴും. പ്രൊവൈഡഡ് ദ എയർ റെസിസ്റ്റൻസ് ഈസ് അസ്യൂംഡ് 0. എയർ റെസിസ്റ്റൻസ് ഇല്ല എന്ന് വിചാരിച്ചാൽ. ദാസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്. അപ്പോൾ ഇവിടെ ഒരു വസ്തു മേപ്പോട്ട് പോയിട്ട് താഴോട്ട് വരിക റൗണ്ട് ട്രിപ്പാണ്. അതിൽ നെറ്റ്വർക്ക് പൂജ്യമാണ്. കാരണം മേപ്പോട്ടുള്ള വർക്ക് തന്നെയാണ് കീഴ്പോട്ട് ഉള്ള വർക്കും. മേപ്പോട്ടുള്ള നെഗറ്റീവ് വർക്കാണെങ്കിൽ കീഴ്പോട്ടുള്ള പോസിറ്റീവ് വർക്ക് എടുത്തിട്ട് നമ്മൾ കൂട്ടുമ്പോൾ 0 കിട്ടും. അപ്പോൾ റൗണ്ട് ട്രിപ്പിൽ ചെയ്യുന്ന വർക്ക് പൂജ്യമാണ്. ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് കൺസർവേറ്റീവ് ആണ്. അപ്പോൾ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു റൗണ്ട് ട്രിപ്പാണ്. അപ്പോൾ ഇതിനെ സംബന്ധിക്കുന്ന ഒരു തിയറുണ്ട്. ഈ കൺസർവേറ്റീവ് ഫോഴ്സിനെ സംബന്ധിക്കുന്ന ഒരു തിയറുണ്ട്. വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഇൻ എ കംപ്ലീറ്റ് റൗണ്ട് ട്രിപ്പ് ഈസ് 0. ഒരു റൗണ്ട് ട്രിപ്പിൽ ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് പൂജ്യമായിരിക്കും. സപ്പോസ് എ പാർട്ടിക്കിൾ ഈസ് ടേക്കൺ ഫ്രം എ ടു ബി ത്രൂ പാത്ത് 1 ആൻഡ് ദെൻ ഇറ്റ് റിട്ടേൺസ് ഫ്രം ബി ടു എ ത്രൂ പാത്ത് 2 ആൻഡ് ദിസ് ഈസ് കോൾഡ് എ റൗണ്ട് ട്രിപ്പ്. ഇൻ എ റൗണ്ട് ട്രിപ്പ് the work done is 0. ഇനി നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, എ ഫോഴ്സ് വിച്ച് ഈസ് നോട്ട് കൺസർവേറ്റീവ് ഈസ് കോൾഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് അക്കോർഡിംഗ്ലി എ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ പാർട്ടിക്കിൾ ഈസ് സെഡ് ടു ബി നോൺ കൺസർവേറ്റീവ് ഇഫ് ദ കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾ ചേഞ്ചസ് ഇൻ എ കംപ്ലീറ്റ് ട്രിപ്പ്, ഓർ ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദി പാർട്ടിക്കിൾ ഈസ് സെഡ് ടു ബി നോൺ കൺസർവേറ്റീവ് if the work done by the particle depends on the path between initial and final position. അപ്പോൾ ഇനിഷ്യലും ഫൈനൽ പൊസിഷനിലും ആശ്രയിച്ച് വർക്ക് ഇരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയും. അല്ലെങ്കിൽ എ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് വൺ വിച്ച് പെർഫോംസ് സം വർക്ക് ഇൻ എ റൗണ്ട് ട്രിപ്പ്. ഇഫ് ദ വർക്ക് ഡൺ
by a force is not to zero in a round trip, that force is called a non-conservative. Example for non-conservative forces are frictional force and viscous force. ഫ്രിക്ഷണൽ ഫോഴ്സും വിസ്കസ് ഫോഴ്സും. വിസ്കസ് ലിക്വിഡിനകത്ത് വരുന്നത്, ലിക്വിഡിനകത്തുള്ള ഫ്രിക്ഷനാണ്, ലിക്വിഡിന് അകത്തുള്ള ഫ്രിക്ഷനെയാണ് നമ്മൾ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. റൗണ്ട് ട്രിപ്പ് ഓർക്കുക. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ the work done, if the work done by a force in a round trip is zero, that force is conservative. Example, gravitational force. If the work done by a force in a round trip is not to zero, then that force is called non-conservative. Example for non-conservative force is the frictional force and the viscous force. That is all with your 45th class on +1 physics. We continue our class. Thank you very much.